കിച്ചൺ ഡയറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള തരി കാച്ചിയതിൻ്റെ റെസിപ്പിയാണ്. നോമ്പിൻ്റെ 30 ദിവസങ്ങളിലും എല്ലാ വീടുകളിലും തയ്യാറാക്കുന്ന ഒരു റെസിപ്പി കൂടിയാണിത്. ഇത് തയ്യാറാക്കുന്നതിനായി ഒരു പാനിനകത്തേക്ക് 2.5 കപ്പ് അളവിൽ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുത്തിരിക്കുന്നത്. നല്ല കട്ടിയുള്ള പാൽ ആയതുകൊണ്ട് തന്നെ ഇതിനകത്തേക്ക് 1 കപ്പ് അളവിൽ ഞാൻ ഇവിടെ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കട്ടി കുറഞ്ഞ പാലാണ് എടുക്കുന്നതെങ്കിൽ അതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യം ഒന്നുമില്ല. പാൽ നന്നായി തിളച്ച് വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിനകത്തേക്ക് റവ ചേർത്ത് കൊടുക്കുന്നത്. അതിനു മുൻപായി ഇതിനകത്തേക്ക് 1/3 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 2 നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. അതിനുശേഷം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായിട്ടൊന്ന് തിളച്ചു വരുന്ന സമയം വരെ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ പാൽ നന്നായി തിളച്ച് പൊങ്ങിയതിന് ശേഷം മാത്രം റവ ചേർത്ത് കൊടുക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ തരി കാച്ചിയ നല്ല പെർഫെക്റ്റായി കിട്ടുകയുള്ളൂ. അപ്പോൾ പാൽ ഇവിടെ നന്നായി തിളച്ച് പൊങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. അതിനുശേഷം നമുക്ക് റവ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ഒരു കയ്യിൽ കപ്പിൽ റവ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ മറ്റേ കൈ കൊണ്ട് നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ റവ ചേർക്കുന്ന സമയത്ത് അല്പാൽപമായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുത്തുകൊണ്ടിരിക്കുക. അതേ സമയം തന്നെ കൈവിടാതെ മറ്റേ കൈ കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ റവ കാച്ചിയത് കട്ടയൊന്നും കൂടാതെ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഈ സമയത്ത് റവ ഞാൻ എല്ലാം ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 2 മിനിറ്റ് സമയം കൂടെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ റവ എടുക്കുന്ന സമയത്ത് വറുക്കാത്ത റവ എടുക്കുന്നതാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നോമ്പിൻ്റെ ക്ഷീണവും ദാഹവും എല്ലാം അകറ്റാൻ എല്ലാ വീടുകളിലും ഇത് നോമ്പ് തുറക്കുന്ന സമയത്ത് തന്നെ തയ്യാറാക്കുന്ന ഒരു റെസിപ്പി കൂടിയാണിത്. അപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റ് സമയം ആവുമ്പോഴേക്കും റവയെല്ലാം ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കായ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തരി കാച്ചിയത് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് താളിച്ച് ചേർക്കണം. അതിനായി ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിനകത്തേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യെല്ലാം നന്നായി ചൂടായതിന് ശേഷം പിന്നീട് ഇതിനകത്തേക്ക് ചേർക്കുന്നത് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതാണ്. അപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ ചേർക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും എല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് കൂടുതൽ തന്നെ ചെറിയ ഉള്ളി ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയുള്ളി ചേർത്തതിന് ശേഷം ഇത് ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയതിന് ശേഷം ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാഷ്യൂ നട്ട്സ് ചേർത്തതിന് ശേഷം അതും ഏകദേശം ഒന്ന് കളർ മാറി തുടങ്ങുന്ന സമയത്താണ് ഇതിനകത്തേക്ക് ഞാൻ റൈസിൻസ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ആദ്യം തന്നെ ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് പാലൊഴിച്ച് റവ ചേർത്ത് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ റൈസിൻസ് കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയം വരെ ഞാനിതൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ തരി കാച്ചി തയ്യാറാക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല ലൂസായ കൺസിസ്റ്റൻസിയാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് 2.5 കപ്പ് പാലിന് പകരം 3 കപ്പ് വരെ പാലെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ തരി കാച്ചിയത് ഒരു ബൗളിനകത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചൂട് തണിയുന്ന ഒരു സമയമാകുമ്പോഴേക്കും ഇത് കുറച്ചുകൂടി തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലേക്ക് മാറുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് താളിച്ചത് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നത് എങ്കിൽ താഴെയുള്ള ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ചാനലിൽ ഒരുപാട് റമദാൻ റെസിപ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് അതിൻ്റെ ഫീഡ്ബാക്ക്സ് എല്ലാം താഴെ കമൻസായി രേഖപ്പെടുത്തുക.
ഇപ്പോൾ ഞാനിതിവിടെ സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.